ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് RRB NDPCയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളൊരു 10 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു 10 ചോദ്യം അടങ്ങുന്ന ഒരു സെക്ഷൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ചെയ്യുക. അപ്പം വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, which industry uses limestone as a raw material? ലൈംസ്റ്റോണിനെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് കൂടെ നോക്കിക്കേ. ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്നാമത്തെ ഓപ്ഷൻ എ പ്ലാസ്റ്റിക് ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടോമൊബൈൽ, മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? യൂട്ടൻസിൽസ്, ലാസ്റ്റത്തെ ഓപ്ഷൻ ഏതാണ്? സിമെന്റ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ലൈംസ്റ്റോണിനെ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ്? ആൻസർ ആയിട്ട് വരിക സിമെന്റ് ഇൻഡസ്ട്രിയാണ്. ലൈംസ്റ്റോണിനെ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ഏതാണ്? സിമെന്റ് ഇൻഡസ്ട്രിയാണ്. അപ്പം ഇവിടെ തന്നെ 1-2 പോയിന്റുകൾ എക്സ്ട്രാ ഓർത്ത് വെക്കണം. എന്താണ് ലൈംസ്റ്റോണിന്റെ ഫോർമുല ഓഫ് ലൈംസ്റ്റോൺ CaCO3 കാൽഷ്യം കാർബണേറ്റ്. ഫോർമുല ഓഫ് ലൈംസ്റ്റോൺ കാൽഷ്യം കാർബണേറ്റ് ആണ് CaCO3 അല്ലേ? ഇതേപോലെ അറിഞ്ഞു വെക്കേണ്ട വേറെ കുറച്ച് ടേമുകളൂടെ ഉണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തെ സ്ലേക്കഡ് ലൈം. ഫോർമുല എന്താണ്? CaOH2. സ്ലേക്കഡ് ലൈമിന്റെ ഫോർമുലയാണ്. അതേപോലെ ക്വിക്ക് ലൈം. ഫോർമുല എന്താണ് ക്വിക്ക് ലൈമിന്റെ? CaO കാൽഷ്യം ഓക്സൈഡ്. ഫോർമുല ഓഫ് ക്വിക്ക് ലൈം ഈസ് CaO അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്. അതേപോലെ സ്ലേക്കഡ് ലൈം എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലൈം വാട്ടർ എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഫോർമുല എന്താണ്? ഫോർമുല ഈസ് CaOH2. ഇവിടെ ഓർത്ത് വെക്കുക ലൈംസ്റ്റോണിന്റെ ഫോർമുല എന്താണ്? CaCO3 കാൽഷ്യം കാർബണേറ്റ്. ഇവിടെ സ്ലേക്കഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതേപോലെ ക്വിക്ക് ലൈം കാൽഷ്യം ഓക്സൈഡ്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലൈംസ്റ്റോൺ ഏത് ഇൻഡസ്ട്രിയിലാണ് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിമെന്റ് ഇൻഡസ്ട്രി ആസ് എ റോ മെറ്റീരിയൽ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, which of the following is an element with atomic number 30? സ്ക്രീനിൽ കാണാം ക്വസ്റ്റ്യൻ. which of the following is an element with atomic number 30 as per the modern periodic table? മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക് നമ്പർ 30 വരുന്ന എലിമെന്റ് ഏതാണ്? അറ്റോമിക് നമ്പർ 30 അല്ലേ? അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? അറ്റോമിക് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക Z എന്നുള്ള ലെറ്റർ ആണ് അല്ലേ? അറ്റോമിക് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക Z എന്നുള്ള ലെറ്റർ ആണ്. അതേപോലെ എ എന്താണ്? A is used to denote mass number. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് A എന്നുള്ളത്. അപ്പോൾ അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ Z ആണ്. അപ്പം അറ്റോമിക് നമ്പർ 30 വരുന്ന എലിമെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ 30 വരുന്ന എലിമെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിക്കേ. നിക്കൽ, അയൺ, സിങ്ക്, കൊബാൾട്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആയിട്ടുള്ള സിങ്ക് ആണ്. അറ്റോമിക് നമ്പർ എന്തായിട്ട് വരിക? 30 വരിക. ഇനി പറഞ്ഞോ, എന്താണ് ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുക? എന്താണ് അറ്റോമിക് നമ്പർ? വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എത്രയാണ് ഒരു ആറ്റത്തിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നുള്ളതിന്റെ മെഷറിനെയാണ് എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് നമ്പർ. എന്താണ് മാസ് നമ്പർ എന്ന് പറയാ? മാസ് നമ്പർ ഈസ് നത്തിങ് ബട്ട് സം ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആണ് എന്തെന്ന് പറയുക? മാസ് നമ്പർ എന്ന് പറയുക. അപ്പോൾ പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് ഓർക്കുക? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സമ്മിനെയാണ് എന്ത് പറയുക? മാസ് നമ്പർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ ഓഫ് സിങ്കിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 30 ആണ്. അതേപോലെ ഇവിടെ വേറെ കുറച്ച് എലിമെന്റുകളൂടെ പറയുന്നുണ്ട് അല്ലേ? അയണിന്റെ അറ്റോമിക് നമ്പർ ഓർത്തു വെക്കാൻ എളുപ്പമാണ്, 26 ആണ്. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. അതേപോലെ നിക്കലിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. അപ്പം ഇതെല്ലാം എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അതേപോലെ സിങ്കിന്റെ കേസിൽ മാസ് നമ്പറോട് ഓർത്ത് വെക്കുക. സിങ്കിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 65 ആണ്. 65 ആണ്. മാസ് നമ്പർ ഓഫ് സിങ്ക് ഈസ് 65. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ സിങ്ക്
ഇൻ സിങ്ക്. ഇത് വേറൊരു ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. സിങ്ക് എലിമെന്റിലുള്ള സിങ്ക് ആറ്റത്തിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ മാസ് നമ്പർ നമുക്കറിയാം. മാസ് നമ്പർ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാസ് നമ്പർ എന്താണ്? ഇറ്റ് ഇസ് എ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആണെന്ന് പറയാം മാസ് നമ്പർ എന്ന് പറയാം. പ്രോട്ടോൺസിന്റെ നമ്പർ നമുക്കറിയാം. പ്രോട്ടോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. അറ്റോമിക് നമ്പർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 65 നിന്നും എന്ത് കുറയ്ക്കണം? 30 കുറയ്ക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു 35. 35. ഇതാണ് എന്തിലെ ന്യൂട്രോൺസിന്റെ എണ്ണം വരിക? ന്യൂട്രോൺസ് ഇൻ സിങ്ക് ആറ്റം അല്ലേ? അപ്പം ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. അറ്റോമിക് നമ്പർ ഓഫ് സിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. മാസ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ആണ്. ഈ പറഞ്ഞ ന്യൂട്രോൺസിന്റെ എണ്ണമായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 35 ആണ്. യെസ്. അപ്പോൾ അയണിന്റെയും കൊബാൾട്ടിന്റെയും നിക്കലിന്റെയും കൂടെ ഓർത്ത് വെക്കുക. അതേപോലെ എന്താണ് അറ്റോമിക് നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതേപോലെ മാസ് നമ്പർ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് ദ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കണം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഏതാണ്? ഇസഡ് ആണ്. അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇസഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ഈ ഒരു സിമ്പൽ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹെൻറി മോസ്ലി. വർഷം 1913 ഹെൻറി മോസ്ലിയാണ് അറ്റോമിക് നമ്പറിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അറ്റോമിക് നമ്പറിന്റെ കൺസെപ്റ്റ് ഹെൻറി മോസ്ലിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേറൊരു രീതിയിലാണ്. പീരിയോഡിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് directly depend on അല്ലെങ്കിൽ functions properties of elements are periodic functions of their atomic masses എന്നുള്ള ഒരു തിയറിയാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് അല്ലേ? ആ ഒരു തിയറി ആരുടെ ആയിരുന്നു? ആ ഒരു തിയറി എന്ന് പറയുന്നത് മെൻഡലീവിന്റെ ആയിരുന്നു. എന്തായിരുന്നു ആ തിയറി? പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് their atomic masses. അപ്പോൾ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടം തൊട്ട് ഇപ്പോൾ ഡോബറേനിയസ് ട്രയാഡ്സ് എന്ന് പറയുന്ന ട്രയാഡ് തിയറി ഉണ്ട്. അതേപോലെ ന്യൂലൻസ് ലോ ഓഫ് ഒക്ടേവ്സ് ഉണ്ട്. ലോത്തർ മേയറിന്റെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. പിന്നെ ഏതാണ്? ഈ പറഞ്ഞ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഉണ്ട്. ഇത്രയും സാധനത്തിൽ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് എലിമെന്റ്സിനെ എന്ത് ചെയ്തത്? ഗ്രൂപ്പ് ചെയ്തത്. പക്ഷേ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ എലിമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹെൻറി മോസ്ലിയാണ്. വർഷം 1913 മോഡേൺ പീരിയോഡിക് ടേബിൾ രൂപകൽപ്പന ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? 1913. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മോഡേൺ പീരിയോഡിക് ലോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? Properties of elements are periodic function of their atomic number. ഒരു എലിമെന്റിന്റെ പ്രോപ്പർട്ടി എന്നുള്ളത് ഇറ്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ അറ്റോമിക് നമ്പർ. മെൻഡലീവിന്റെ പീരിയോഡിക് ലോ ചോദിച്ചു കഴിഞ്ഞാലോ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ അറ്റോമിക് മാസ്. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. The ability of metals to be drawn into thin wires is called. The ability of metals to be drawn into thin wires is called. ഏതാണ്? മെറ്റൽസിന്റെ തിൻ വയർ ആയിട്ട് മാറാനുള്ള ഒരു പ്രോപ്പർട്ടി അല്ലേ? എന്തെങ്കിലും ഫോഴ്സോ അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തിൻ വയേഴ്സ് ആയിട്ട് the ability of metals to be drawn into thin wires is called. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, റിയാക്ടിവിറ്റി ഉണ്ട്, സോലിബിലിറ്റി ഉണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡക്റ്റിലിറ്റി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ? ഈ പറഞ്ഞ മാലിബിലിറ്റി ആരുടെ പ്രോപ്പർട്ടിയാണ്? മാലിബിലിറ്റി മെറ്റൽസിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. എന്താണ് മാലിബിലിറ്റി എന്ന് പറയുക? പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ബൈ വിച്ച് they can be beaten into thin sheets ആയിട്ട് ബീറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു മെറ്റലിന്റെ എബിലിറ്റി, അതിനെയാണ് എന്ത് പറയുക? മാലിബിലിറ്റി എന്ന് പറയുക. മാലിബിലിറ്റി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ എലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോൾഡ് ആണ്. ഏറ്റവും കൂടിയത് നോബിൾ മെറ്റൽ ആയിട്ടുള്ള ഗോൾഡ് ആണ്. മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോൾഡ് ആണ്. പിന്നെ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്? അപ്പോൾ മാലിബിലിറ്റി ഓർത്ത് വെക്കുക. ബൈ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ് ആയിട്ട് ബീറ്റൺ ചെയ്യാൻ മാറാനുള്ള മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ് മാലിബിലിറ്റി എന്ന് പറയും. എന്താണ് ഡക്റ്റിലിറ്റി? പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് ആയിട്ട് ഡ്രോൺ ചെയ്യാനുള്ള മെറ്റലിന്റെ പ്രോപ്പർട്ടി അതിനെയാണ് എന്താ പറയുക? ഡക്റ്റിലിറ്റി എന്ന് പറയുക.
പിന്നെന്താണ് ഓപ്ഷൻസ് റിയാക്ടിവിറ്റി സോലിബിലിറ്റി ഒക്കെ കിടപ്പുണ്ട്. നമ്മൾ വേറെ 2 സാധനങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന് സൊണോറസ്. എന്താണ് സൊണോറസ് എന്ന് പറയുക? മെറ്റലിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ ലെസ്റ്റർ ആരുടെ പ്രോപ്പർട്ടിയാണ്? മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ് സൊണോറസ് എന്ന് പറയുക? സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? സൊണോറസ് എന്ന് പറയുക. സൊണോറസ് പ്രോപ്പർട്ടി ഓഫ് ആരാണ്? പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ആണ്. പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ആണ്. അതേപോലെ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഷൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ഷൈനിങ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ തന്നെ ഷൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയുക ലെസ്റ്റർ എന്ന് പറയുക. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. മാലിബിലിറ്റി ആരുടെ പ്രോപ്പർട്ടിയാണ്? മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബൈ വിച്ച് ദേ ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. രണ്ടാമത്തെ ഡക്റ്റിലിറ്റി ആണ് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരിക. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബൈ വിച്ച് ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ സൊണോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബൈ വിച്ച് ഇറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട് ഓൺ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോപ്പർട്ടി എന്താണ്? സൊണോറസ് ആണ്. ആ ഒരു പ്രോപ്പർട്ടി ആരുടെ ഫീച്ചറാണ്? മെറ്റൽസിൻ്റെ ഫീച്ചറാണ്. അതേപോലെ ലെസ്റ്റർ എന്താണ്? ഷൈനിങ് പ്രോപ്പർട്ടിയാണ്. ലെസ്റ്റർ എന്നുള്ളത് മെറ്റൽസിൻ്റെ ജനറൽ ആയിട്ട് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതേപോലെ ഓർത്ത് വെക്കേണ്ട മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ളതാണ്. ഇതിനൊക്കെ എക്സെപ്ഷൻ കേസുകളുണ്ട്. ഇപ്പം സോഫ്റ്റ് മെറ്റൽസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാലിബിലിറ്റി പ്രോപ്പർട്ടി ആയിട്ടുള്ള സാധനമല്ല സോഫ്റ്റ് മെറ്റൽസ്, ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം അല്ലേ? അപ്പോൾ അതേപോലെ എല്ലാത്തിനും എക്സെപ്ഷൻ കേസ് ഉണ്ട്. പക്ഷെ മെറ്റൽസിൻ്റെ ജനറൽ ആയിട്ട് നമ്മൾ മെറ്റൽസിനെ പഠിക്കുമ്പോൾ പറയുന്ന 4-5 പ്രോപ്പർട്ടീസ് ആണ്: മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറസ്, അതേപോലെ ലെസ്റ്റർ. ഇനി ഒരു പോയിന്റ് കൂടെ, ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മെറ്റൽ ചോദിച്ചു കഴിഞ്ഞതാണ് മെർക്കുറിയാണ്. മെർക്കുറി, the only metal which exists in liquid state. ലിക്വിഡ് സ്റ്റേറ്റിൽ റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മെറ്റൽ ചോദിച്ചു കഴിഞ്ഞതാണ് മെർക്കുറിയാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സബ്ലിമേഷൻ? എന്താണ് സബ്ലിമേഷൻ? ഓപ്ഷൻസ് നോക്കിക്കേ. ഡയറക്റ്റ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം ഗ്യാസ് ടു ലിക്വിഡ് ആണോ? അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ഡയറക്റ്റ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം ഗ്യാസ് ടു സോളിഡ് സ്റ്റേറ്റ് ആണോ? അല്ല. പിന്നെന്താ? മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഡയറക്റ്റ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം ലിക്വിഡ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണോ? അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ഡയറക്റ്റ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണോ? ആണ്. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ ഡയറക്റ്റ് കൺവേർഷനെയാണ് എന്ത് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുക. കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം സോളിഡ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഡയറക്ട്ലി ഈസ് കോൾഡ് സബ്ലിമേഷൻ അല്ലേ? സോളിഡിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ ഡയറക്റ്റ് കൺവേർഷൻ, അതിനെയാണ് എന്ത് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുക. പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മാറ്ററിന്റെ കൺവേർഷൻസ്, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ തമ്മിലുള്ള കൺവേർഷൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. സോളിഡിൽ നിന്നും ലിക്വിഡിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏത് പ്രോസസ്സ് വഴിയായിരിക്കും? പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ്. The process of conversion of matter from solid to liquid state is called melting. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോസസ് ആയിരിക്കും? കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ഫ്രീസിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം സോളിഡിഫിക്കേഷൻ. ഫ്രീസിംഗ് അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ. യെസ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറയാം? ബൈ ദ പ്രോസസ് ഓഫ് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ബോയിലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇവാപറേഷൻ്റെ ടേംസിലും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഓർത്ത് വെക്കുക, ജനറൽ ആയിട്ട് ലിക്വിഡിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? വേപ്പറൈസേഷൻ. അതേപോലെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം ഗ്യാഷ്യസ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടിയെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ ഡയറക്റ്റ് കൺവേർഷൻ, ആ ഒരു കൺവേർഷനെ പറയുന്ന പേര് സബ്ലിമേഷൻ. ദാറ്റ് കൺവേർഷൻ ഈസ് കോൾഡ് സബ്ലിമേഷൻ. അതേപോലെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ, അതിനെ പറയുന്ന പേര് ഡിപ്പോസിഷൻ.
conversion of solid to conversion of solid to gaseous state, conversion of solid to gaseous state. അതിന് എന്ത് പറയും? സബ്ലിമേഷൻ എന്ന് പറയും. സബ്ലിമേഷൻ എന്ന് പറയും. അതേപോലെ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നും തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ എന്ത് പറയും? ഡിപ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കണം. ഫ്യൂഷൻ ഉണ്ട്, ഫ്രീസിംഗ് ഉണ്ട്, കണ്ടൻസേഷൻ ഉണ്ട്, വേപ്പറൈസേഷൻ ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്, ഡിപ്പോസിഷൻ ഉണ്ട് അല്ലേ? ഇനി 2 പോയിന്റുകളൂടെ ഇവിടെ പറയാം. അപ്പോൾ ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റിംഗ് ആണ്. മെൽറ്റിംഗ് തന്നെയാണ് അല്ലേ? മെൽറ്റിംഗ് തന്നെയാണ് എന്താ പറയുക? ഫ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കുന്നത് ഒരു മിനിമം ടെമ്പറേച്ചറിലാണ്. ആ മിനിമം ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. ആ ഒരു കൺവേർഷൻ നടക്കുന്നതിന് ഒരു മിനിമം ടെമ്പറേച്ചർ ആവശ്യമായിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള മിനിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു കൺവേർഷൻ നടക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി ഇവിടെ തന്നെ ഒരു സാധനം കൂടെ ഓർത്ത് വെക്കണം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അതായത് ഈ മെൽറ്റിംഗ് പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സാധനത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഈ മെൽറ്റിംഗ് പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഒന്നും ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടിയല്ല യൂസ് ചെയ്യുന്നത്. പകരം ആ ഹീറ്റ് ഹിഡൻ ഹീറ്റ് എന്നാണ് അറിയപ്പെടുക. ഹിഡൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ലേറ്റന്റ്. അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ പിന്നെ സപ്ലൈ ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്യപ്പെടുക മാറ്ററിന്റെ കൺവേർഷനാണ്. കൺവേർഷൻ ഓഫ് മാറ്ററിന് വേണ്ടിയിട്ടാണ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഹീറ്റ് എനർജിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇറ്റ് ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. മെൽറ്റിംഗ് പോയിന്റ്. അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടെമ്പറേച്ചർ അതിനെയാണ് എന്ത് പറയുക? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുക. അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മാറ്ററിന്റെ കൺവേർഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടെമ്പറേച്ചറിനെ എന്ത് പറയും? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഇപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓർത്ത് വെക്കുക. മിനിമം ഹീറ്റ് എനർജി റിക്വയർഡ് ടു, ഹീറ്റ് എനർജിയാണ്, ടെമ്പറേച്ചർ അല്ല. മിനിമം ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. അതേപോലെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ദാറ്റ് ഈസ് റിക്വയർഡ് ടു കൺവേർഷൻ ഓഫ് മാറ്റർ ഫ്രം ലിക്വിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. വേപ്പർ ആവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി, ഹിഡൻ ആയിട്ടുള്ള ഒരു ഹീറ്റ് എനർജി. ഹിഡൻ അല്ല, അതായത് ഒരു ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ സപ്ലൈ ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി എന്താണ്? മാറ്ററിന്റെ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നു. ടെമ്പറേച്ചർ റേസ് ചെയ്യാനല്ല, മാറ്ററിന്റെ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നു. ഈ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിനെയാണ് എന്ത് പറയുക? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. ലേറ്റന്റ് ഹീറ്റിന്റെ ജനറൽ ഡെഫിനേഷനാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. 2 രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ഓർത്ത് വെക്കുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is a noble gas? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുക. നോക്കാം ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. ഓസോൺ നോബിൾ ഗ്യാസ് ആണോ? അല്ല. ഹീലിയം നോബിൾ ഗ്യാസ് ആണോ? ആണ്. ഓപ്ഷൻ ബി ഹീലിയം. ഹൈഡ്രജൻ ആണോ? അല്ല. നൈട്രജൻ അല്ല. അല്ലേ? എന്താണ് നോബിൾ ഗ്യാസ്? നോബിൾ ഗ്യാസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസസ് എന്ന് വേണേലും അറിയപ്പെടും. എന്താണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസിന്റെ പ്രത്യേകത? They are less reactive. വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞ കുറച്ച് എലിമെന്റുകളാണ് ഇവിടെ വരിക. നോബിൾ ഗ്യാസസിന്റെ കേസിൽ വരിക. ഏതൊക്കെയാണ് എലിമെന്റ്സ് എന്ന് പറയാം? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, പിന്നെ ഏതാ? പിന്നെ ആർഗൺ ഉണ്ട്, പിന്നെ റേഡോൺ ഉണ്ട്, സെനോൺ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എലിമെന്റുകളാണ് ഇവിടെ വരിക. ഇനേർട്ട് ഗ്യാസസിൽ വരിക ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, റേഡോൺ, സെനോൺ. അപ്പോൾ ഈ 6 എലിമെന്റുകൾ ഓർത്ത് വെക്കുക. എന്താണ് പ്രത്യേകത? റിയാക്ടിവിറ്റി കുറഞ്ഞ കുറച്ച് എലിമെന്റുകളാണ് ഈ പറഞ്ഞ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും റിയാക്ടിവിറ്റി കുറയുക? ദേ ആർ 18th ഗ്രൂപ്പ് എലിമെന്റ്സ്. 18ാമത്തെ ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 18th ഗ്രൂപ്പ് അല്ലെങ്കിൽ 0th ഗ്രൂപ്പ്. 18th ഗ്രൂപ്പ് അല്ലെങ്കിൽ 0th ഗ്രൂപ്പ് എന്ന് പറയാം. 0 ഗ്രൂപ്പ് എലിമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 18th ഗ്രൂപ്പ് എലിമെന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ 0 ഗ്രൂപ്പ് എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. കാരണം എന്താണ്? ദേ ഹാവ് ഫിൽഡ് ഔട്ടർ ഷെൽസ്. ഔട്ടർ ഷെൽസ് ഫിൽഡ് ആണ്.
അല്ലെങ്കിൽ ഔട്ടർ ഓർബിറ്റ്സ് എന്താണ്, ഫിൽഡ് ആണ്. അല്ലെങ്കിൽ എന്ത് പറയും, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള എലിമെന്റ്സിനാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ലെസ് റിയാക്റ്റീവ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ലെസ് റിയാക്റ്റീവ് ആണ്. പോയിന്റ് ഓർത്ത് വെക്കുക. ഇനർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്നറിയപ്പെടുന്നു. ഈ ഒരു ഇത് വരുന്ന ഏത് ഗ്രൂപ്പിലാണ്, 18th ഗ്രൂപ്പ് അല്ലെങ്കിൽ 0 ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. റിയാക്ടിവിറ്റി കുറഞ്ഞവരാണ്. എന്തുകൊണ്ടാണ് റിയാക്ടിവിറ്റി കുറയുക എന്ന് പറയാം, ഓൾറെഡി സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആവാനുള്ള കാരണം എന്താണ്, വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്, റിയാക്റ്റീവ് ആവേണ്ട അല്ലെങ്കിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി റിയാക്ഷൻ നടത്തേണ്ട കാര്യമുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ഫിൽഡ് ഔട്ടർ ഷെൽസ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതൊക്കെയാണ് ഇനർട്ട് ഗ്യാസസ് എന്നുള്ളത് കൂടെ ഓർത്ത് വെക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഇത്രയും ഇനർട്ട് ഗ്യാസസ് കൂടെ ഓർത്ത് വെക്കുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഈസ് കോൾഡ്. അപ്പോൾ അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അയോൺ എന്ന് പറഞ്ഞാൽ ആറ്റം തന്നെയാണ്. പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉണ്ടെങ്കിൽ, അതായത് ചാർജ് അക്വയർ ചെയ്ത ആറ്റത്തിനെയാണ് എന്ത് പറയുക, അയോൺ എന്ന് പറയുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺ എന്ത് പറയും. ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കിക്കുക. മോളിക്യൂൾ, ആറ്റം, ആനയോൺ, കാറ്റയോൺ. ഓപ്ഷൻ ആയിട്ട് വരിക ഓപ്ഷൻ ഡി. ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആയിട്ടുള്ള കാറ്റയോൺ ആണ്. ആൻസർ ഈസ് കാറ്റയോൺ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കാറ്റയോൺ ആണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനയോൺ ആണ്. നെഗറ്റീവ്ലി ചാർജ് അയോൺ ഈസ് കോൾഡ് കാറ്റയോൺ, സോറി ആനയോൺ. ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഈസ് കോൾഡ് കാറ്റയോൺ. ആനയോൺ എന്താണ്, കാറ്റയോൺ എന്താണ്, മാറിപ്പോലും. പോസിറ്റീവ് ചാർജ്ഡ് അയോൺ കാറ്റയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്താണ്, ആനയോണുമാണ്. യെസ്, ആറ്റം എന്താണ്, ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണെന്ന് പറയാ ആറ്റം എന്ന് പറയാ. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഈസ് കോൾഡ് ആറ്റം. യെസ്, ഇവിടെ വേറൊന്നും പറയാനില്ല. കാറ്റയോൺ എന്താണ്, ആനയോൺ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇനി അയണൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഗ്യാസ്. ഗ്യാസ് അയണൈസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ്? എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. പ്ലാസ്മ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. പ്ലാസ്മ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ടുള്ള പ്ലാസ്മ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. എന്താണത്? ഗേഷ്യസ് ആറ്റംസ് ഹൈ എനർജി സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് മാറുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുന്നതിന്റെ പ്രത്യേകത എന്താണ്? ചാർജ് അക്വയർ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അയണൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ ആണ് പൊതുവെ പറയാ, പ്ലാസ്മ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം എന്താണ്? ഗാൽവനൈസേഷൻ, എ പ്രോസസ് ടു പ്രിവെന്റ് റസ്റ്റിംഗ്, ഇൻവോൾവ്സ് യൂസ് ഓഫ് ഡാഷ് കോട്ടിംഗ് ടു സ്റ്റീൽ ഓർ അയൺ. ഗാൽവനൈസേഷൻ എന്നുള്ള പ്രോസസ്സിൽ ഏതിൻ്റെ കോട്ടിങ്, അതായത് അയണെ കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? ആൻസർ ആയിട്ട് വരിക ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള സിങ്ക് ആണ്. നിക്കൽ, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്. യെസ്, സിങ്കിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ. അറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞാണ്, അറ്റോമിക് നമ്പർ ഈസ് 30, അല്ലേ? സെറ്റ് അറ്റോമിക് നമ്പർ എന്താണ്? 30 ആണ്. മാസ് നമ്പർ എത്രയാണ്? 65 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? 35 ആണ്. പോയിന്റ് മറന്നുപോലെ. ഗാൽവനൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയണൈസ് സ്റ്റീലിനെയൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? സിങ്ക് തന്നെയാണ്. അപ്പോൾ സിങ്കിന്റെ കാര്യം മറന്നു പോകരുത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗാൽവനൈസേഷൻ. ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഇസ് 30, ഇറ്റ്സ് മാസ് നമ്പർ ഇസ് 65 ആൻഡ് ഇറ്റ്സ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഇസ് 35. യെസ്, പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഗാൽവനൈസേഷൻ നടത്തുക? ഗാൽവനൈസേഷൻ നടത്തുക ടു പ്രിവെന്റ് മെറ്റൽസ് ഫ്രം റസ്റ്റിംഗ്. റസ്റ്റിംഗിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, തുരുമ്പെടുക്കുന്നതിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്താ പറയുക, ഒരു കോട്ടിംഗ് അടിക്കുന്ന ആ ഒരു പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന എലിമെന്റ് പൊതുവെ ഏതാണ്? സിങ്ക് ആണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് ഡസ് ആൻ ഓക്സിജൻ ആറ്റം ഹാവ്? ഓക്സിജൻ ആറ്റത്തിന് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഈസ് 8, അല്ലേ? അറ്റോമിക് നമ്പർ എന്താണ്? 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,6 എന്ന് വരും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6 എന്ന് വരും. അതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാകുന്ന എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ്? എന്താണ് വാലൻസ് ഇലക്ട്രോൺസ്? വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺസ്? വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനെയാണ് എന്ത് പറയുക? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയാം. ഇനി പറഞ്ഞോ, എന്താ വാലൻസ് ഷെൽ? വാട്ട് ഈസ് വാലൻസ് ഷെൽ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് എന്ത് പറയുക? വാലൻസ് ഷെൽ എന്ന് പറയാം. ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഉള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു. 2,6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഫസ്റ്റ് ഷെല്ലിൽ 2, നെക്സ്റ്റ് ഷെല്ലിൽ എത്രയാണ്? രണ്ടാമത്തെ ഷെല്ലിൽ
6 ഇലക്ട്രോൺസുമാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ആൻ ഓക്സിജൻ ആറ്റം എത്രയാണ്? 6 ആണ്. യെസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓക്സിജൻ ആറ്റം. വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നതിനെയാണെന്ന് പറയുക വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനാണെന്ന് പറയുക വാലൻസ് ഷെൽ എന്ന് പറയുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റോമിക് നമ്പർ മറന്നു പോരുത്. അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് 8. Atomic number of oxygen is 8. Next question like പോവാം. The effect of acid caused by ant bites can be neutralized by rubbing moist baking soda or dash solution which contains zinc carbonate. Zinc carbonate contain ചെയ്യുന്ന ഏത് സൊല്യൂഷൻ യൂസ് ചെയ്താലാണ് ആൻഡ് ബൈറ്റ് മൂലം ഉണ്ടാവുന്ന ആ ഒരു അസിഡിക് റിയാക്ഷനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഓപ്ഷൻ എ ക്യാപ്രിലിൽ ഗ്ലൈക്കോൾ, കലാമിൻ. ഓപ്ഷൻ ബി കലാമിൻ, ബെഹിനിൽ ആൽക്കഹോൾ. ഓപ്ഷൻ സി. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ പ്രത്യേകിച്ച് എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല. കലാമിനാണ്. സിങ്ക് കാർബണേറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. ആസിഡ് കോസ്ഡ് ബൈ ആൻബൈറ്റ്സ് പറഞ്ഞോ. ഈ ആസിഡ് ഏതാണ്? ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ആണ്. ആൻബൈറ്റിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റിങ് ഓഫ് ആൻസ് ആൻഡ് ബീസ് അതിൽ നിന്നും കിട്ടുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. ഫോർമുല എന്താണ് മെത്തനോയിക് ആസിഡിന്റെ? HCOOH. മെത്തനോയിക് ആസിഡ് ഫോർമുല ഈസ് HCOOH. യെസ്, ഇത്രയും ഓർത്ത് വെക്കുക. ആൻഡ് സ്റ്റിങ് മൂലം ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെത്തനോയിക് ആസിഡ്. ഒന്നെങ്കിൽ അത് ക്യൂർ ചെയ്യുക, അതിന്റെ ഇറിറ്റേഷൻ ന്യൂട്രലൈസ്ഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? മോയിസ്റ്റ് ബേക്കിംഗ് സോഡ റബ്ബ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യാം? കലാമിൻ എന്നുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യാം. കലാമിൻ എന്നുള്ള ഈ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്? ഇറ്റ് കണ്ടെയ്ൻസ് സിങ്ക് കാർബണേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് കലാമിൻ എന്ന് പറയുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അല്ലോട്രോപിക് ഫോം ഓഫ് കാർബൺ? കാർബണിന്റെ അല്ലോട്രോപിക് ഫോമിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണെന്ന് നോക്കി. ഓപ്ഷൻസ്: ഡയമണ്ട്. അല്ലോട്രോപ്പ് ആണോ? എല്ലാ ഓപ്ഷനും വായിക്കേണ്ട കാര്യമുണ്ട്? ഇല്ല. ഡയമണ്ട്, ജിപ്സം, ചോക്ക്, മാർബിൾ. യെസ്, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഡയമണ്ട് ആണ് അല്ലോട്രോപ്പ് ഓഫ് കാർബൺ. ഏതൊക്കെയാണ് മറ്റ് അല്ലോട്രോപ്സ് എന്ന് പറയാ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറീൻസ് ഉണ്ട് അല്ലേ? ബക്മിൻസ്റ്റർ ഫുള്ളറീൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡയമണ്ടിന്റെ കേസ് ഗ്രാഫൈറ്റ് എന്താണ്? ഒരു അല്ലോട്രോപ്പ് തന്നെയാണ്. എന്താണ് അല്ലോട്രോപ്പി എന്ന് പറയാ? കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ ഫിസിക്കലി അപ്പിയർ ചെയ്യുന്നത് എന്താണ്? പല രൂപത്തിലായിരിക്കും. അതിനെയാണ് അല്ലോട്രോപ്പിസ് എന്ന് പറയുക. ഒരു എലിമെന്റ് പല രൂപത്തിൽ കാണപ്പെടുന്നു, അതിനെയാണ് എന്ത് പറയുക? അല്ലോട്രോപ്പിസ് എന്ന് പറയുക. അപ്പോൾ അല്ലോട്രോപ്പിസിന്റെ കേസിൽ ഡയമണ്ട് ഈസ് ആൻ അല്ലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയും. എന്താണ് ഡയമണ്ടിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. വേൾഡിലുള്ള വെച്ച് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡയമണ്ട് ആണ്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. അതേപോലെ പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ പറഞ്ഞ ഡയമണ്ട് തന്നെ എഴുതാം. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും ഹൈ ആയിരിക്കുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയിട്ടുള്ള ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഡയമണ്ട് തന്നെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആണ്. അതിൻ്റെ വാല്യൂ 2.4 ആണ്. അപ്രോക്സിമേറ്റ്ലി 2.4 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയിട്ടുള്ള സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡയമണ്ട് തന്നെയാണ്. അപ്പോൾ ഡയമണ്ടിന്റെ 3 സാധനങ്ങൾ ഓർത്തുക, പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഒന്ന് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്, രണ്ടാമത്തെ പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡയമണ്ട് ആണ്. അതേപോലെ ഡയമണ്ടിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിയെ തന്നെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്ത് വെക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടെ ഓർത്ത് വെക്കുക. 3.52 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഡയമണ്ടിന്റെ തന്നെയാണ് ഈ പറഞ്ഞ വയ്ക്കുക. ഡയമണ്ടിന്റെ തന്നെ ആണ് ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതേപോലെ എന്താണ്? പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 2.4 ആണ്. പിന്നെ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റീസ് 3.52. അതേപോലെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് അല്ലോട്രോപ്സ് ഓഫ് കാർബൺ പറഞ്ഞുകൊണ്ട് എന്താണ് കാറ്റിനേഷൻ എന്നുള്ള പോയിന്റ് കൂടെ ഓർത്ത് വെക്കണം. മറ്റൊരു കാർബണാറ്റുമായിട്ട് കൂടി ചേർന്ന് ലോങ് ചെയിൻസ് ഓഫ് കാർബൺ ഫോം ചെയ്യാനുള്ള ഒരു കാർബണാറ്റത്തിന് ആ ഒരു എബിലിറ്റിനെയാണ് എന്ത് പറയുക? കാറ്റിനേഷൻ. ഇറ്റ് ഈസ് ആൻ യുണീക്ക് എബിലിറ്റി ഓഫ് കാർബണിന്റെ മാത്രമായിട്ടുള്ള യുണീക്ക് എബിലിറ്റിയാണ് എന്തെന്ന് പറയുക? കാറ്റിനേഷൻ. ലോങ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് ഫോം ചെയ്യാനുള്ള അതിൻ്റെ ഒരു എബിലിറ്റി, അതിനെയാണ് എന്ത് പറയുക? ഈ പറഞ്ഞ കാറ്റിനേഷൻ എന്ന് പറയുക. യെസ്.
അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാം. ശരി, താങ്ക് യു.